നേരത്തെ നമ്മൾ കാണിച്ച മേലാണ് ഇത് ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വരുന്നത്. DCT ഗിയർ ബോക്സ് വരുന്നത് 2018 മോഡൽ. എറ പ്ലസ് ആണ്. 53,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വലിയ ഓട്ടോ അല്ല, നോർമൽ ഓട്ടോ. 2 കൊല്ലം നമുക്ക് വാറന്റി എടുക്കാൻ പറ്റും. ഇവണൊന്നും ആരും 2 കൊല്ലം വാറന്റി എടുക്കില്ല. പിന്നെ 1 ലിറ്റർ ആണ് വരിക. മാനുവൽ ഓട്ടോമാറ്റിക്. പിന്നെ ഇറങ്ങുന്ന പുതിയ മോഡൽ ലേറ്റസ്റ്റ് ഗില്ല് കാര്യങ്ങളൊക്കെ വന്ന് BS6 വരുമ്പോൾ വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ളൂ. 2014 ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ നോക്കി നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് ഇത് ഈ കോലത്തിലല്ല കേട്ടോ, നിങ്ങൾക്ക് പോളിഷ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി ന്യൂ സ്റ്റോക്ക് ആണ് വന്നിട്ടുള്ളൂ വണ്ടി. അതെ, ഇപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ. ഹായ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും കാർ ആൻഡ് ബൈക്കിലേക്ക് വന്നിരിക്കുകയാണ്, കോഴിക്കോട്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? സ്റ്റോക്ക് നമ്മൾ മിക്സഡ് തന്നെയായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ മൾട്ടി ബ്രാൻഡ് ആയതുകൊണ്ട് അതങ്ങനെ തന്നെ കാണിക്കുന്നത്. മൾട്ടി ബ്രാൻഡ് എന്ന് വെച്ചാൽ 100-ലധികം വാഹനങ്ങൾ ഇവിടെ യാർഡിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ പിന്നെ ഡിസംബർ മാസമൊക്കെ ആയതുകൊണ്ട് കുറേ വണ്ടികൾ നമുക്ക് എക്സ്ചേഞ്ചിൽ വന്നിട്ടുണ്ട്. ഇപ്പം വണ്ടി വരാറുണ്ട്, അലാസിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇപ്പം പുതിയ സ്റ്റോക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റോക്കിലേക്ക്, പുതിയൊരു വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്രയേ ഉള്ളൂ. പിന്നെ വീണ്ടും ഒരു പുതുവർഷ ആശംസകൾ. ഓക്കെ. നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ, നിങ്ങളുടെ വാട്സപ്പ് ചാനൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ദയവായിട്ട് ആ ലിങ്ക് ഒന്ന് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കി നമ്മുടെ സോഷ്യൽ മീഡിയാസിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പക്ഷേ നമുക്ക് ആദ്യം ഒരു 7 സീറ്റിലും കൊടുക്കാം അല്ലേ? 7 സീറ്റിൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ കേട്ടോ. ഓട്ടോമാറ്റിക്കലാണ്. KL12 വയനാട് രജിസ്ട്രേഷൻ വാഹനം. 2021 മോഡൽ ഡ്രൈവറാണ് വരുന്നത്. RXT ആണ്. ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴത്തായിട്ട് വേരിയന്റ് വരും. ഓക്കെ. എന്താ ചെറിയ മാറ്റങ്ങളുണ്ടാവും? ചെറിയ മാറ്റങ്ങൾ, അതായത് സീറ്റ് കവർ, അലോവിൽസ്, അങ്ങനെ ഇൻഫോർടൈൻമെന്റിൽ ചെറിയ മാറ്റങ്ങൾ, അങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങൾ പറഞ്ഞു. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിലുണ്ടാവില്ല. അത് നോർമൽ ആയിരിക്കും. സിംഗിൾ ഓണർഷിപ്പിൽ 16,000 കിലോമീറ്റർ. പിന്നെ ഡ്രൈവറിന് വേറെ പ്രത്യേകമുണ്ട്. 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു വണ്ടിയാണ്. അതേ ആർക്കും അറിയാത്തൊരു വണ്ടിയാണ്. ഡ്രൈവർ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ്. എല്ലാവരും അറിയില്ല. അതാണ് ഡ്രൈവർ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ്. ഇതിൽ തന്നെ റെനോൾട്ടിന്റെ ആ ഒരു സെഗ്മെന്റിലേക്ക് വരുമ്പോൾ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഏതൊരു വണ്ടിയായിട്ട് ഡ്രൈവറാണ് വരുന്നത്. 16,000 കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. പുതിയ ഓൺ ദ റോഡ് ഏകദേശം 9,53,000 രൂപ. ഇപ്പം ലൈവ് വില ഉണ്ട്. അത് ഡിസംബറത്തെ വിലയാണ് പറയുന്നത്. ഇപ്പം 24 ഒക്കെ ആകുമ്പോഴേക്ക്, അല്ലെ ഈ വർഷം ഏകദേശം ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ എന്തായാലും പ്രൈസ് കൂടുകയുള്ളൂ. ഓക്കെ. ഇതിനിപ്പോ എത്ര വരെ? 21 വണ്ടി വരുന്നത്. 23 വരെയാണ്. 2 വർഷമായിരിക്കും വാറണ്ടി. എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കണം. നമ്മളെ വാറണ്ടി എന്തായാലും 2 ഇയർ വാറണ്ടി നമുക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ. വലിയൊരു കിലോമീറ്റർ ഓടിയിട്ടില്ല. 1 ലിറ്റർ AMT ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക്. ഏവറേജ് ഒരു മൈലേജ് ഒരു 18 ഒക്കെ കമ്പനി പറയുന്നുണ്ട്. ഒരു സിറ്റി ഡ്രൈവ് ഒക്കെ ആകുമ്പോൾ ഒരു 15 റേഞ്ചിലൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ലോങ് ഡ്രൈവ് ഒരു 18 റേഞ്ചിലൊക്കെ എന്തായാലും. ഓക്കെ. ഇതിന് RSയും എല്ലാം ലഭിക്കുന്നുണ്ട്. ഇവരുടെ തന്നെ ഓൾ ഇന്ത്യ സർവീസാണ് RS എന്ന് പറയുന്നത്. നമ്മൾ റോഡ് എവിടെ പെട്ടാലും, പെട്രോൾ തീർന്ന് പെട്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല. 5 ലിറ്റർ പെട്രോൾ ഫ്രീ. കൂടുതലൊന്നുമില്ല, 5 തീർത്തിട്ട് വിളിക്കേണ്ട ആവശ്യം പറഞ്ഞത്. ഓക്കെ. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 690 ആണ്. 6,90,000. 950 അടുത്തായിട്ട് വില ഉണ്ട്. 2 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ന്യൂ കാർ എടുക്കുന്ന അതേ റേറ്റിൽ ഇൻട്രസ്റ്റിൽ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. IT അടയ്ക്കുന്ന ആളാണെങ്കിൽ 7 ഇയേഴ്സും ചെയ്ത് കൊടുക്കാൻ പറ്റും. പലരും ചോദിക്കും IT അടക്കുന്നവർക്ക് ഈ സെക്കൻഡ് ഹാൻഡ് സാധാരണക്കാരന് കിട്ടും. സാധാരണക്കാരന് നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളേക്കാട്ടും കുറച്ചുകൂടി കൂടുതലുണ്ടാവും. അത് മാത്രമേ പറയുള്ളൂ. അത് പ്രൊഫൈലുള്ള ആളുകളെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്കൊരു പരിഗണന ഉണ്ടാവും. അത്രേ ഉള്ളൂ. ബാങ്കാണ്. സാധാരണക്കാരൊന്നും സാധാരണക്കാരൻ, നമ്മളൊക്കെ സാധാരണക്കാരൻ. അതേപോലെ നമ്മൾ ഇതേപോലെ പോകും. അപ്പോൾ 6,90,000 ആണ്. എത്ര ഓട്ടം പറഞ്ഞ? 16,000. ഓക്കെ. 2021 മോഡൽ RXT 16,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വാഹനമാണ്. 6,90,000 രൂപയ്ക്ക്. ഇത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. കുറേ വീഡിയോസ് ഞാൻ ഇപ്പോൾ വിട്ടുവരുന്നു. പണ്ട് ഞാൻ വീഡിയോസിൽ ലാസ്റ്റിലേക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ പറയാറുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസ് ആയിട്ട് ഇപ്പോൾ അത് ഇടക്ക് പറയാണ്ടിരുന്നു. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ച് പറഞ്ഞു. ഒരു ലക്ഷ്മി നാരായണൻ ചേട്ടൻ തൃശ്ശൂരുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. പുള്ളി എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് പറയണം, കാരണം പുള്ളി കുറച്ച് പ്രായമുണ്ട്, സീനിയർ സിറ്റിസൺ ആണ്. അപ്പോൾ ലാസ്റ്റിലേക്ക് ഒന്ന് കേൾക്കുമ്പോൾ അതൊരു ഉപകാരമാണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോൾ മാക്സിമം ലോണും കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് ഹ്യുണ്ടൈ വെന്യൂ ഒരു കോമ്പാക്ട് SUV വാഹനമാണ്. KL56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷനിലാണ്. പറഞ്ഞോളൂ. 2021 മോഡൽ. ഓക്കെ. പെട്രോൾ എഞ്ചിനിൽ S+ ആണ് വരുന്നത്. ഇപ്പോൾ S+ എന്ന് പറഞ്ഞ വേരിയന്റ് ഒഴിവാക്കി SOയിലേക്ക് വന്ന് ഓപ്ഷനിലേക്ക് വന്നു. ഓക്കെ. 50,000 കിലോമീറ്ററിൽ പെട്രോൾ എഞ്ചിനിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2021 അല്ലേ? 21. ഇപ്പോൾ 3 വർഷം ജസ്റ്റ് കഴിഞ്ഞു. ഓക്കെ. നമുക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ജെന്യുവൻ ആയിട്ടുള്ള വണ്ടി. പുതിയ സ്റ്റോക്കാണ് ഇത് വന്ന് കയറിയിട്ടുള്ളൂ. ആസ്കിംഗ് പ്രൈസ് ഏകദേശം 8,25,000 തരും.
825 50,000 കിലോമീറ്റർ ഓടിയ എസ് ഓപ്ഷനിൽ വെന്യൂ ആണ്. 2000 എസ് പ്ലസ് ആണ് വരുന്നത്. ഇപ്പൊ 23 മുതൽ എസ് പ്ലസ് ഓപ്ഷനിലേക്ക് ക്രെറ്റയിലൊക്കെ ആദ്യം ഓപ്ഷൻ അതാ ഞാൻ ചോദിച്ചത്. എസ് പ്ലസ് ആണ് വരുന്നത്. ഇതിൽ വേറെ ക്ലെയിം ഒന്നുമില്ല. ഇത് പറഞ്ഞാൽ വ്യത്യാസങ്ങളൊന്നുമില്ല. സൺറൂഫ് ഉണ്ടാവില്ല, പിന്നെ ഹലോ വീൽസ് ഉണ്ടാവില്ല, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ മാറ്റം വരും, സീറ്റ് കവറിൽ മാറ്റം വരും, പിന്നെ ഡിഫോഗർ, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉള്ളത് പറഞ്ഞാല് സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, പിന്നെ നമുക്ക് വേണ്ട സാധനം ബേസിക് വേണ്ട സാധനങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തോട്ട് കൈയിട്ടിട്ട് വിൻഡോ ക്ലോസ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് ഉണ്ട്, എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിംഗ് ഉണ്ടാവും കേട്ടോ, എല്ലാം ഉണ്ട്. ഓക്കെ, നല്ലൊരു അടിപൊളി വാഹനം. മാനുവൽ ഓക്കെ. വെന്യൂ ഒക്കെ നമുക്കൊരു 13-15 റേഞ്ച് മൈലേജ് 17 ഒക്കെ പറയുന്നുണ്ട്. 13 ഒക്കെ പെട്രോളിൽ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. 13-15 വരെയൊക്കെ പ്രതീക്ഷ, 12-15 വരെയൊക്കെ പ്രതീക്ഷ. അപ്പം എഞ്ചിനാണ് വരുന്നത്, കുറച്ചൊരു പവർ കൂടുതലായിരിക്കും. അതെ, തീർച്ചയായും. അപ്പോൾ നല്ലൊരു കോമ്പാക്ട് SUV വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. 2021 മോഡൽ 50,000 കിലോമീറ്റർ ഓടിയ എസ് പ്ലസ് വെന്യൂ ആണ്. പ്രൈസ് എത്രയായിരുന്നു? 825 നമ്മൾ ആസ്കിങ് വരുന്നത്. 1,25,000. പുതിയ ഏകദേശം ഇറങ്ങുന്ന സമയത്ത് 12 ലക്ഷം റുപ്യേന്റെ മുകളിൽ വില ഉണ്ട്. നമുക്ക് റേറ്റ് നെഗോഷ്യബിൾ ആണ്, വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ വീഡിയോ അങ്ങനെ എടുത്തു പോകുമ്പോൾ പറയാറുണ്ട്, മാസം ഒന്നുമില്ല ഓഫർ നോക്കിയിട്ടുണ്ട്, മാസത്തെ സാധനങ്ങൾ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർക്ക് നമുക്ക് അതിന്റെ ഓഫർ വരുവാണെങ്കിൽ എന്തായാലും എല്ലാ മാസം നമുക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടാവലുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്ക് ഓഫർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്. പിന്നെ ഈ ഷോറൂം ലൊക്കേഷൻ വരുന്നത് വെസ്റ്റീൽ അത്താണിക്കലാണ്, കോഴിക്കോട് വെസ്റ്റീൽ അത്താണിക്കലാണ്. ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുവരുന്നു, സോറി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത നല്ലൊരു പവർഫുൾ സെഡാൻ സ്കോഡ റാപ്പിഡ് ആണ്. KL എത്രയാ? KL 10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ. മുന്നിൽ തൊട്ട് താഴ്ത്തായിട്ട് ഓക്കെ. 80 ഗിയർ ബോക്സ് ആണ് വണ്ടി വരുന്നത്. 1.6 ലിറ്റർ 80 ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് സ്കോഡ റാപ്പിഡ് മോഡൽ പെട്രോൾ ആണ് വണ്ടി വരുന്നത്. മോഡൽ 2017 മോഡൽ. ഓട്ടം 55,000 കിലോമീറ്റർ. സെക്കൻഡ് RC വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്. വലിയ ഓട്ടമല്ല, നോർമൽ ഓട്ടം തന്നെയാണ്. പിന്നെ വണ്ടീൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ സ്കോഡ ഫോർഡൊക്കെ ആയിട്ട് കമ്പാരിറ്റീവ്ലി വോൾക്സ്വാഗൻ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളിലൊക്കെ ഭയങ്കര കംഫർട്ടായിരിക്കും, ലോങ് ഡ്രൈവ് കാര്യങ്ങൾ. പക്ഷേ മൈലേജ് ഒരു 10 to 12 റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പം ആ ഒരു കൺസിഡറേഷൻ നിങ്ങൾക്ക് ലോങ് ഡ്രൈവ് കാര്യങ്ങൾ, യാത്രാ കംഫർട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, യാത്രാ കംഫർട്ട് മാത്രമല്ല, കുറച്ചൊരു ബിൽഡ് ക്വാളിറ്റി, ഒരു പവർഫുൾ ഡ്രൈവ് കാര്യങ്ങളൊക്കെ, പവർഫുൾ ഡ്രൈവേഴ്സിനൊക്കെ കൂടുതൽ നല്ലൊരു എടുത്തിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നല്ല യാത്രാസുഖം ഉണ്ടാവും. സേഫ്റ്റി ഉണ്ട്, ഒന്നും പറയാനില്ല. നിങ്ങളുടെ വാറണ്ടി ഉണ്ടല്ലോ, 2 ഇയർ വാറണ്ടി. RS എല്ലാം ഉണ്ട്. 2 ഇയർ ആണ്. നമ്മൾ ഒരു വർഷം ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. 24 ആയിട്ട്, ചിലപ്പോൾ 1 ഇയർ ആയിരിക്കും. 17 18 അത് നോക്കിയിട്ട് പറയാൻ പറ്റും. എന്നാലും 1 ഇയർ മിനിമം അത്രേ ഉള്ളൂ. 2017 ഓട്ടോമാറ്റിക് സ്കോഡ റാപ്പിഡ് 55,000 കിലോമീറ്റർ. സെക്കൻഡ് RCയിൽ കിടക്കുന്ന വാഹനം എത്ര കൊടുക്കാം? 8,15 കൊടുക്കാം. 8,15,000 ഓട്ടോമാറ്റിക് ആണ്. 8,15,000 നിങ്ങൾക്ക് സ്വന്തമാക്കാം. മാക്സിമം ലോൺ കിട്ടും. റാപ്പിഡ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് 80% ഒക്കെ മാക്സിമം ചെയ്യാൻ പറ്റും. 20% എടുത്ത് ഡൗൺ പേയ്മെന്റ് എന്തായാലും കാണേണ്ടി വരും. ഓക്കെ, നമ്മൾ അടുത്ത കാണിക്കുന്നതും ഒരു ഹ്യുണ്ടായി വെന്യൂ ആണ്. KL 8 തൃശ്ശൂർ രജിസ്ട്രേഷനുള്ള വാഹനമാണ്. പറഞ്ഞോളൂ. നേരത്തെ നമ്മൾ കാണിച്ച മാനിലാണ്. ഇത് ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വരുന്നത്. DCT വരുന്നത്. അത് 1 ലിറ്ററിൽ ടെർബോ ആണ് വരുന്നത്. XS പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. 2019 മോഡലാണ്. 25,000 കിലോമീറ്റർ ആണ്. പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുവിധം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിത്ത് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്രൂയിസ് മോഡ് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. 7 സ്പീഡ് DCT കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. പക്ഷേ ടർബോ എഞ്ചിനാണ് വരുന്നത്. പവർ ഉണ്ടാവും, മൈലേജ് ഷോർട്ട് ആവും. കമ്പനി 18 പറയുന്നുണ്ട്. 8.2 കമ്പനി പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു 15 റേഞ്ചിലൊക്കെ എക്സ്പെക്ട് ചെയ്തോളൂ. മാക്സിമം അത്രയും കണ്ടു. പിന്നെ നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 10,35,000. ഓൺ ദ റോഡ് വില പുതിയതിന് 15 ലക്ഷം റുപ്യേന്റെ മുകളിലായിട്ട് വരുന്നുണ്ട്. അന്ന് ഇറങ്ങുന്ന സമയത്ത് 14 ഉണ്ട്. ഇപ്പം 15 സംതിങ് വരുന്നുണ്ടല്ലേ. ഇപ്പം 10,35 വരെ ആസ്കിംഗ്. വലിയ ഓട്ടോ ഓടിയിട്ടില്ല. 2019 മോഡലാണ്. 25,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. ഈ വെന്യൂനൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ ആളുകൾ വളരെ തപ്പി നടക്കുന്ന ഒരു മോഡലാണ്. അതായത് ടർബോല് പവർ. ഇപ്പൊ നോൺ ടർബോ എടുക്കുമ്പോൾ ചിലപ്പോൾ സൺറൂഫ് ഉണ്ടാവും, പവർ ഇല്ലാന്ന് പറയും. ഇതെല്ലാം കൂടി വരുന്നൊരു പേരിലാണ് ഡിമാൻഡുള്ള സാധനം. എല്ലാം കിട്ടും, എല്ലാ സാധനങ്ങളും. അപ്പോൾ മിസ് ചെയ്യേണ്ട. 2019 മോഡൽ 25,000 കിലോമീറ്റർ SX പ്ലസ് ആണ്. 10,35,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 2 വർഷം വാറണ്ടി എല്ലാം ലഭിക്കുന്നുണ്ട്.
മാക്സിമം ലോണും കയറുള്ള ചെയ്ത് കൊടുക്കും. ഓക്കെ. അടുത്തൊരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനമാണ്, ഹോണ്ട ജാസ് ആണ്, KL 65 രജിസ്ട്രേഷൻ, തിരുവരങ്ങാടി. ഓക്കെ, പറഞ്ഞോളൂ. 2020 മോഡൽ. ഇത് CVT ഗിയർ ബോക്സ് ആട്ടോ, ഓട്ടോമാറ്റിക് വണ്ടിയാണ് വരുന്നത്. പാഡൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും, പിന്നെ ക്രൂയിസ് കൺട്രോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഫുൾ ഓപ്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്, 30,000 കിലോമീറ്റർ. മോഡൽ 2020 പെട്രോൾ. 2020 പെട്രോൾ, CVT ഗിയർ ബോക്സ് വരുന്ന ടോപ്പിന്റെ തൊട്ട് താഴെയുള്ള വാഹനമാണ്. ഹോണ്ടന്റെ ഒക്കെ ഒരു എഞ്ചിൻ ആയതുകൊണ്ട് വേറെ ഒന്നും നോക്കാനില്ല, കറക്റ്റ് സർവീസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. 10 കൊല്ലം വരെ കമ്പനി വാറണ്ടി കൊടുക്കുന്ന ഒരേ ഒരു പ്രൊഡക്റ്റാണ് ഹോണ്ട എന്ന് പറയുന്നത്. അത് അൺലിമിറ്റഡ് കിലോമീറ്റർ പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു 1 lakh കിലോമീറ്റർ ലെവലിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അതാണ് ഹോണ്ട എന്ന് പറയുന്നത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ആവശ്യമില്ല. ഹോണ്ട ടൊയോട്ട ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ നമ്മൾ പറഞ്ഞ് വീണ്ടും പറയുകയാണ്, CVT ഗിയർ ബോക്സ് ആണ്. CVT ഗിയർ ബോക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലേഡീസൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഗിയർ ലാഗിങ് ഉണ്ടാവില്ല, വണ്ടി കയറത്തിന്റെ മുകളിൽ റിവേഴ്സ് വരില്ല, അപ്പോൾ വളരെ കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിന്റെ അത്രയും ഒരു കോമ്പാക്ട് XUV-ന്റെ ഒരു, അതായത് പ്രീമിയം ഹാച്ച് ബാക്ക് ആണ് ഇത് സംഭവം. അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ആണ് വണ്ടി, ഓടിക്കാൻ വളരെ സ്മൂത്ത് ആയിരിക്കും. നമ്മൾ അറിയൂല വണ്ടി പോകുന്നൊന്നും അറിയില്ല. ഒരു എന്താ പറയാ, ഒരു പ്ലെയിനിലൊക്കെ പോകുന്ന. പിന്നെ ഒരു നെഗറ്റീവ് ആയിട്ട് പറയാനുള്ള ബോണ്ട് റീപ്ലേസ് ഉണ്ട്, അത് സർവീസ് ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ്. ഹോണ്ട തന്നെ മാറിയാണ്, പക്ഷേ ഇത് പേസ്റ്റിക്ക് നോക്കുമ്പോൾ എന്താ പറഞ്ഞാൽ കറക്റ്റ് സാധനം തന്നെയാണ്. മാരുതി വണ്ടി മനസ്സിലാവില്ല. ഹോണ്ടന്റെ പക്ക ഒറിജിനൽ പാർട്സ് തന്നെയാണ് വരുന്നത്. അത് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 7,85,000 7,85,000. 2020 ഓട്ടോമാറ്റിക്. പാഡൽ ഷിഫ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പാഡൽ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് മാനുവൽ ഗിയർ ചേഞ്ച് ചെയ്യുന്ന പോലെ പ്ലസും മൈനസും ആക്കി കൊടുക്കാം. പക്ഷേ നമ്മൾ ക്ലച്ച് അമർത്ത് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പവർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യാം. ഇനി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഗിയർ ഒന്ന് ടോപ്പിലേക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് കൈകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത്. ഓക്കെ, പറഞ്ഞതിനായിരുന്നു പ്രൈസ് 7,85,000 രൂപ. 2020 മോഡൽ, ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന. നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 7 ഇയേഴ്സിലേക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ. അടുത്തതാ ഒരു ടിയാഗോ വന്നു, KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷനുള്ള വാഹനം. ഡ്യുവൽ ടോൺ ഇത് ചെയ്താണോ അതെങ്കിൽ തന്നെയാണോ? അല്ല, ചെയ്താണ്. ഓക്കെ. 2019 മോഡൽ XZ പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ 30,000 കിലോമീറ്റർ ആണ് ഓടിയത്. നോർമൽ ഓട്ടോ. പിന്നെ വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓപ്ഷൻ സൈസ് അറിയാണെങ്കിൽ ഡുവൽ എയർ ബാഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, CTR അഡ്ജസ്റ്റ്മെന്റ് വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അങ്ങോട്ട് എല്ലാം വരും, അലോയ്സ് എല്ലാം വരും. ഒന്നും നോക്കാനില്ല. ഇപ്പോഴത്തെ വണ്ടിക്ക് പുതിയതിന് വില ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് തന്നെയാണ് വരുന്നത്. അല്ല, ഇതെല്ലാം പഴയ ഷേപ്പ്. അതിന്റെ പുതിയ ഷേപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം 8,50 എടുത്താൽ ഓൺറോഡ് വില ഉണ്ട്. പുതിയ വണ്ടിക്ക്. ഓക്കെ. ഇത് അന്നിറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു 7 റുപ്യേന്റെ മുകളിൽ എന്തായാലും വരുന്നുണ്ട്. 7 റുപ്യേന്റെ മുകളിലല്ല, 7-7.5 ഉണ്ട് ആ റേഞ്ച്. നമ്മളിപ്പോൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 5,10,000. 5,10,000 രൂപയ്ക്ക് വിത്ത് 2 ഇയർ വാറണ്ടി, 1 ഇയർ റോഡ് അസിസ്റ്റന്റ് എല്ലാം. നോർമൽ കിലോമീറ്റർ 30,000 ഓടിയിട്ടുള്ളൂ. 2019 മോഡൽ XZ പ്ലസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏകദേശം നല്ല ഒരു കസ്റ്റമറൊക്കെയാണ് നമുക്ക് 90% ലോൺ എടുക്കുക. ഏകദേശം ഒരു 4-4.6 വരെ ഒക്കെ ചേർക്കും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഓക്കെ. 5,10,000 രൂപ. വില എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിലയല്ലേ? ഇങ്ങനെ നിങ്ങൾ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് വീണ്ടും പറയാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളെ വിളിക്കുക, ആ വണ്ടിയുടെ ഡീറ്റെയിൽ ചോദിക്കുക, ഫോട്ടോസ് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് തരും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലോങ്ങിലൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒരു 5,000 റുപ്പീസ് അഡ്വാൻസ് അടയ്ക്കുക. അഡ്വാൻസ് അടച്ചാൽ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് വെക്കുക. വേറെ നമുക്ക് ഇഷ്ടംപോലെ എൻക്വയറി വരുന്നതാണ്. ആരാണ് ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നത് അവർക്ക് ആ വണ്ടി നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും. വിത്തിൻ 1 or 2 ഡേയ്സിനുള്ളിൽ അവർ വന്നിട്ട് കൺഫർമേഷൻ ചെയ്യാം നമുക്ക് വണ്ടി വേണോ വേണ്ടിയോ. നിങ്ങളുടെ പൈസ എവിടെയും പോകില്ല, പൈസ റീഫണ്ടബിൾ ആയിട്ട് തിരിച്ചു തരുന്നതാണ്. ഹോൾഡ് ചെയ്താക്കാൻ പറയുന്ന പറഞ്ഞാൽ നിങ്ങൾ അത്രയും ദൂരത്തു നിന്നൊക്കെ ആൾ നോക്കിയിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഒന്ന് വിളിച്ച് നോക്കിയിട്ട് കൺഫേം ആക്കിയിട്ട് വരാം, അത്രയേ ഉള്ളൂ. ഓക്കെ. 5,10,000 2019 മോഡൽ 30,000 കിലോമീറ്ററോടെ XZ പ്ലസ് ടിയാഗോ. അടുത്തത് റിനോ ക്വിഡ് ക്ലൈംബർ ആണ്. KL 35 രജിസ്ട്രേഷൻ ക്ലൈംബർ അല്ലേ? 2021 മോഡൽ. സിംഗിൾ ഓണർഷിപ്പിൽ 40,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് വരുന്നത്. ഓക്കെ. ക്ലൈംബർ എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റം വരും. പിന്നെ 1 ലിറ്റർ ആണ് വരിക. മാനുവൽ ഓട്ടോമാറ്റിക്. പിന്നെ ഇറങ്ങുന്ന പുതിയ മോഡൽ ലേറ്റസ്റ്റ് ഗില്ല് കാര്യങ്ങളൊക്കെ വന്ന് BS6 വരുമ്പോൾ പിന്നെ CTR ഒക്കെ ഒറിജിനൽ CTR ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങൾ, പിന്നെ 4 ഡോർ പവർവിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. എല്ലാം ഉണ്ട്. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ തന്നെ. ക്ലൈംബറിലോട്ട് ഓപ്ഷൻ. സോറി. ഓക്കെ. 45,000 കിലോമീറ്റർ. പുതിയ ഓൺ ദ റോഡ് വില ഇപ്പോഴത്തെ വില 6,90,000 രൂപയുടെ വില ഉണ്ട്. അന്ന് ഏകദേശം എത്ര ഉണ്ടാവും? അന്ന് 21 എന്തായാലും ഒരു 6,40 എന്തായാലും വില ഉണ്ട്. 50,000 അടുത്ത മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഓക്കെ. പറഞ്ഞോളൂ. നമ്മൾ ചോദിക്കുന്നത് 4,90 ചോദിക്കുന്നത്.
4,90,000-ന് 2021 ക്ലൈംബർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സിംഗിൾ ഓണർഷിപ്പ് തന്നെ, സിംഗിൾ ഓണർഷിപ്പ് വിത്ത് 2 ഇയർ വാറണ്ടി, 1 ഇയർ ഓണർഷിപ്പ് എല്ലാം കിട്ടുന്നുണ്ട്. നമുക്കൊരു 450 വരെയൊക്കെ ലോൺ പാസ്സായി കൊടുക്കും. നല്ല പ്രൊഫൈലുള്ള ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും കിട്ടും, അതേപോലെ തന്നെ മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ്. ഒരു 17-18 എന്തായാലും മൈലേജ് കിട്ടുന്ന 800 cc അല്ല വരുന്നത്, ക്ലൈംബറിലേക്ക് വരുമ്പോൾ 1000 cc ആണ്. എന്നാലും കിട്ടും, എന്നാലും അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോയാലോ. ഓക്കെ, അടുത്തൊരു കുട്ടി വാഹനം ഇയോൺ KL13 രജിസ്ട്രേഷൻ ആണ്, 800 cc വാഹനമാണ്. 800 cc പറഞ്ഞോളൂ. 2018 മോഡൽ. ഓക്കെ, എറാ പ്ലസ് ആണ്, 53,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വലിയ ഓട്ടോ അല്ല, നോർമൽ ഓട്ടോ. 2 കൊല്ലം നമുക്ക് വാറണ്ടി എടുക്കാൻ പറ്റും. ഇയോൺ ഒന്നും ആരും 2 കൊല്ലം വാറണ്ടി എടുക്കില്ല. ആദ്യമായിട്ട് ചിലപ്പോൾ മേറിപ്പോലെ 6 മാസം അതിന്റെ അപ്പുറത്തേക്ക് ആരും കൊടുക്കില്ല. 2 കൊല്ലം വാറണ്ടി. 2 കൊല്ലം വാറണ്ടി എഞ്ചിന്, ഗിയർ ബോക്സ്, ഇലക്ട്രിക് ഐറ്റംസ്, സ്റ്റിയറിംഗ് കോളം, AC കുറെ കവറാണ് കേട്ടോ. ഫസ്റ്റ് വാറണ്ടി എന്ന് പറയുന്നത് ഭയങ്കര കവറിങ്. പിന്നെ ഡിഫാൾട്ട് പറഞ്ഞാൽ മെയിൻ ഗ്ലാസിന്റെ മുകളിൽ ചെറിയ ക്രാക്ക് ഉണ്ട്. അത് എടുത്ത് പറയുന്നത് എന്താ പറഞ്ഞാൽ മാറ്റി കഴിഞ്ഞാൽ മേജർ എന്തോ ആക്സിഡന്റ് ആണ് ആളുകൾ പറയേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഒന്ന് കണ്ടിട്ട് ഇത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ മാറ്റി തരാം. ഇത് മാറണമെന്നുണ്ടെന്ന് തോന്നുന്നില്ല. ചിലർക്ക് ഇത് വണ്ടി എന്ന് പറഞ്ഞ ഒരാളുടെ അംബീഷനാണ്. അതെന്ത് പറഞ്ഞാൽ അതിപ്പോൾ വേറെ സ്ഥലത്തിലേക്ക് ഇത് എടുത്തിട്ട് നമുക്ക് തരുന്ന കിട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ മാറിയിട്ട് പോവുകയാണെങ്കിൽ ആൾക്കും വലിയ മനസ്സിലാകുന്നില്ല. അപ്പോൾ അയക്കേണ്ടത് അപ്പം മാക്സിമം നമുക്കൊരു 260, 270 വരെയൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം. ഞാൻ മാറേണ്ട വെച്ചേക്കാം. അത് ബസ്സല്ല, എടുത്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇതായിരിക്കുമല്ലോ. ഓക്കെ ഓക്കെ. പിന്നെ വേറെ പണിയൊന്നുമില്ല അല്ലേ? വേറെ ഒന്നുമില്ല. നമുക്കൊരു 3 ലക്ഷം റുപ്യാണ് നമ്മൾ ആസ്കിയും വരുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. 250 വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കും. 50,000 വരെ ലോൺ ചെയ്യാം. 50,000 ഉണ്ട്. 2018 ഇറ പ്ലസ് 3,000 കിലോമീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 18 റേഞ്ച് മൈലേജും കിട്ടും. വേറെ ഒന്നും നോക്കാനില്ല, അണ്ടർ വാറണ്ടിയിലാണ്. ധൈര്യമായിട്ട് എടുക്കാം. അടുത്ത വണ്ടിയിലേക്ക് വരാം. അടുത്തത് ഒരു അടിപൊളി സെഡാൻ വാഹനമാണ്, ഹോണ്ട സിറ്റി KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. വീണ്ടും കണ്ണൂർ. പറഞ്ഞോളൂ. സിറ്റിയിൽ ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ, കുറച്ച് റയറായിട്ട് വരുന്നൊരു സാധനം. ഓട്ടോമാറ്റിക് CVT നമ്മൾ നേരത്തെ ഹോണ്ട ജാസ് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ സെയിം പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഏകദേശം സെയിം മൈലേജ് തന്നെയായിരിക്കും ജാസുമായിട്ട്. വേറെ ഒന്നും പറയാനില്ല, ബോഡി ടൈപ്പിലുള്ള മാറ്റം. പക്ഷേ സെഡാനിലേക്ക് വന്ന്, പക്ഷെ എന്താ പറഞ്ഞാൽ സിറ്റിയൊക്കെ വളരെ ഓട്ടോമാറ്റിക് അങ്ങനത്തെ ആളുകളെ എടുക്കുള്ളൂ, അങ്ങനത്തെ ആളുകളെ അത് ഉപയോഗിക്കുകയുള്ളൂ. കാരണം കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ട് വരുന്നതിനെ കൊണ്ട്, കാരണം വണ്ടിക്കും കോസ്റ്റ്ലിയാണ്, അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. സർവീസും കാര്യങ്ങളും കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. ഓക്കെ, പിന്നെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 55,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. മോഡൽ 2014 മോഡൽ കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പേരും തന്നെ, പക്ഷേ ഇതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ക്രൂയിസ് കൺട്രോൾ മിഡിലായിട്ട് വരുന്നത്, ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസുകളും ഉണ്ടാവും. പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന് ചെറിയ മാറ്റങ്ങളുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ളൂ. 2014 വണ്ടി നോക്കി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു ക്ലാസ് ഇത് ഈ കോലത്തിലല്ല കേട്ടോ, നിങ്ങൾക്ക് പോളിഷ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് ന്യൂ സ്റ്റോക്ക് ആണ് വന്നിട്ടുള്ളൂ വണ്ടി. അതെ, ഇപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. പ്രൈസിങ് എങ്ങനെയാണ്? പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 610 ആണ്, നെഗോഷ്യബിൾ ആണ്. വിത്ത് 1 ഇയർ വാറണ്ടിയും 1 ഇയർ ഓടസ്റ്റനും കൊടുക്കാൻ പറ്റും. ഓക്കെ, 6,10,000 നെഗോഷ്യബിൾ റേറ്റ് ആണ്. നമ്മൾ കൂടുതൽ എടുത്ത് പറയുന്നില്ല. ഓട്ടോമാറ്റിക് ആണ്. 2014 ലോ കിലോമീറ്റർ വാഹനം വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലോണ് മാക്സിമം കയറും ഒരു 5 ലോൺ നമുക്ക് 5 വരെ ഒരു 1 lakh ഒക്കെ കാട്ടി വരും എന്തായാലും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ടാറ്റ കണ്ടില്ലെന്ന് ആരും പരാതി പറയുന്നത്. ഒരുപാട് പേരുണ്ട് ടാറ്റക്കാർ. KL46 ഗുരുവായൂർ രജിസ്ട്രേഷനുള്ള 5 സ്റ്റാർ റേറ്റിംഗിലേക്ക് വരുന്ന വണ്ടി വാഹനം. അൾട്രോസ് പെട്രോൾ എഞ്ചിനിൽ 2020 എക്സെറ്റ് ആണ്. എക്സെറ്റ് പ്ലസ് ഇല്ല, ചെറിയൊരു മാറ്റം. പ്ലസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ മാറ്റം, അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഫോർടൈമിലാണ് കൂടുതലായിട്ട് മാറ്റം വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെ നമുക്ക് പറയാം. ഓക്കെ, 2020 മോഡലാണ് അല്ലേ? 26,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി. ഓക്കെ, നമുക്ക് 2 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടി, പെർഫെക്റ്റ് വണ്ടി. എല്ലാം കൊണ്ടും പുതിയ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 10 റുപ്യേൻ്റെ അടുത്തൊക്കെ ആയിട്ട് വണ്ടിക്ക് ഇപ്പം ലൈവിൽ വില ഉണ്ട്. അതായത് ബേസ് മോഡൽ തന്നെ ഇതിന് സ്റ്റാർട്ടിങ് 7ന്റെ മുകളിലേക്ക് വരുന്നുണ്ട്. പ്രീമിയം ഹാച്ച് ബാക്ക് ആണ്. നമ്മൾ i20 പോളോ എന്നൊക്കെ പറയുന്ന പോലെ പ്രീമിയം ഹാച്ച് ബാക്കിൽ വരുന്ന വാഹനമാണ്. സെഗ്മെന്റ് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടാവും, ഡ്രൈവിംഗ് കംഫർട്ടും ഉണ്ടാവും. സേഫ്റ്റി ഒന്നും പറയാനില്ല, അതിനപ്പുറം ഒന്നും പറയാനില്ല, നമ്മളെടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ മൈലേജ് ഒരു 15ന്റെ റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്താൽ മതി. ഉള്ളിൽ കണ്ടാവും. പിന്നെ നമ്മളെ പ്രൈസ് വന്നിട്ട് 670 ആണ് നമ്മൾ 2020 വണ്ടി അല്ലേ? 6,70,000 രൂപയ്ക്ക് 2020 എക്സെഡ് അൾട്രോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 1 lakh ഒക്കെ ഐപി ഉണ്ടെങ്കിൽ ബാക്കി 570 വരെ ലോൺ ചെയ്തു 1 ലക്ഷം കണ്ടാൽ ഇറക്കാം അല്ലേ? ഓക്കെ, ബാക്കി മാക്സിമം ലോണും കിട്ടും. ഒന്നും നോക്കാനില്ല. നല്ലൊരു അടിപൊളി പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനമാണ്.
അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തേക്ക് വേണ്ടി ചെയ്താലോ? ഇന്നത്തെ വേണ്ടി പോയി. അപ്പോൾ വീണ്ടും എല്ലാവരും പറയാണ്, ഇഷ്ടപ്പെട്ട വണ്ടികൾ ഉണ്ടെങ്കിൽ അത് വിളിച്ചിട്ട് എൻ്റെ നമ്പറോ അല്ലെങ്കിൽ വേറെ ആരെയും നമ്പർ ഉണ്ടോ, അപ്പോൾ അവരെ ഫോട്ടോസ് വാങ്ങുക. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരു 5,000 റുപ്പീസ് അടയ്ക്കുക. അപ്പോൾ ലോങ്ങിലുള്ള ആളാണെങ്കിൽ പൈസ നഷ്ടപ്പെട്ടു എന്നുള്ള പേടിയൊന്നും വേണ്ട. 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ടബിൾ ആയിരിക്കും. നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കലോ പിടിച്ചെക്കലോ പരിപാടി ഒന്നുമില്ല. കാരണം നിങ്ങളെ ക്യാഷാണ്, നമുക്കത് വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടിക്ക് വേണ്ടി ഹോൾഡ് ചെയ്തേക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ഒരു 10 ലക്ഷം റുപ്യേനെ ഒരു വണ്ടി എടുക്കുമ്പോൾ 5,000 രൂപ നമ്മൾ ചോദിച്ചിട്ട് വെക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഷോറൂമിൽ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞാൽ കോഴിക്കോട് വെസ്റ്റയിൽ അത്താണിക്കലാണ്. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആ ലിങ്ക് കയറി ഒന്ന് ഫോളോ ചെയ്ത് ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ തന്നുകൊണ്ട് ഓരോ ഷോറൂമിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം അതിലേക്ക് നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ സ്കീമിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇനി എന്തെങ്കിലും സ്കീം വരികയാണെങ്കിൽ മഹീന്ദ്രയുടെ ഇപ്പോൾ ന്യൂ ഇയർ സ്കീം എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവർ തീർച്ചയായും നിങ്ങൾക്ക് ആ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് തന്നെ വാഹനം തരുന്നതാണ് അല്ലേ? അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എടുക്കുന്ന ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും ചെയ്തു തരുന്നതാണ്. വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ. താങ്ക്സ്, ബൈ.